ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയായി. അവസാന ഘട്ടത്തിൽ 59% പോളിംഗ്. അതിനിടെ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കേരളം UDF-നൊപ്പം എന്ന് പറയുകയാണ് ഇന്ത്യ ടുഡേയും ടൈംസ് നൗവിന്റെയും സർവേ. ABP സർവേ പറഞ്ഞിരിക്കുന്നത് പ്രകാരം LDF-ന് ഒറ്റ സീറ്റ് പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വളരെ കൗതുകം തോന്നുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഇപ്പോൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ്. ശ്രീജിത്ത്, പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ കേരളത്തിൻ്റെ ഫലം സംബന്ധിച്ച് ആദ്യം കേരളത്തിൻ്റെ കാര്യം നമുക്കെടുക്കാം. ആദ്യം കേരളത്തിൻ്റെ ഫലം സംബന്ധിച്ച് വിവിധ എക്സിറ്റ് പോൾ ഏജൻസികൾ നൽകുന്ന സർവേ ഫലം എന്താണ്? തീർച്ചയായും ലക്ഷ്മി, കേരളത്തിൽ UDF-ന് വലിയ മേൽക്കൈ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവചനമാണ് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ളത്. ടൈംസ് നൗവും സി വോട്ടറും എല്ലാം പറയുന്നത് UDF-ന് വലിയ മേൽക്കൈ ഉണ്ടാകുമെന്നാണ്. 14 മുതൽ 19 സീറ്റുകൾ വരെയാണ് ഏതാണ്ട് എല്ലാ ഏജൻസികളുടെയും പ്രവചനം വന്നിട്ടുള്ളത്. അതേസമയം ടൈംസ് നൗ പറഞ്ഞിട്ടുള്ളത് BJP-ക്ക് ഒരു സീറ്റ്, അത് തൃശ്ശൂരിൽ BJP ജയിക്കും എന്ന് തന്നെയാണ് ടൈംസ് നൗവിൻ്റെ ആദ്യ പ്രചരണം വരുന്നത്. ദക്ഷിണേന്ത്യയിലാകെ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിലും ആ രൂപത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. 14 മുതൽ 19 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് കിട്ടും. അത് UDF-ന് കേരളത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അടക്കം 19 സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ലക്ഷ്മി, മറ്റ് ദേശീയ തലത്തിൽ തമിഴ്നാട്ടിൽ ഇത്തവണ കഴിഞ്ഞ തവണ നമുക്കറിയാം 39-ൽ 38 DMK കോൺഗ്രസ് സഖ്യം നേടിയതാണ്. ഇത്തവണ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ്? ടൈംസ് നൗ ORGയുടേത് തമിഴ്നാട്ടിലെ സർവേ ഫലം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്താണ്? അത് 1 സീറ്റ് മുതൽ 3 സീറ്റ് വരെ തമിഴ്നാട്ടിൽ NDA സഖ്യത്തിന് കിട്ടും എന്ന് തന്നെയാണ് ടൈംസ് നൗവിൻ്റെ പ്രവചനം വന്നിട്ടുള്ളത്. 22 മുതൽ 30 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി കിട്ടും എന്ന് അവർ പറയുന്നു. ബാക്കിയുള്ള അതേഴ്സ്, അതിൽ AIADMK ഉൾപ്പെടുന്ന പാർട്ടികൾക്ക് 8 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പറയുന്നു. ദേശീയ തലത്തിൽ ഇപ്പോൾ ഏതാണ്ട് കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലുള്ള വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ മുഴുവൻ ദേശീയ തലത്തിലേക്കുള്ള മുഴുവൻ വിവരങ്ങൾ എത്തുകയാണ്. ആ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ NDA സഖ്യത്തിന് കുറച്ചുകൂടി മേൽക്കൈ ഉണ്ടാകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ വരുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഏതാണ്ട് 300 സീറ്റുകൾക്ക് അടുത്ത് മാത്രമാണ് NDA സഖ്യത്തിന് കിട്ടാൻ പോകുന്നത് എന്ന രൂപത്തിലാണ് ആദ്യ ഫല സൂചനകൾ, പ്രവചനങ്ങൾ, എക്സിറ്റ് പോളുകൾ വരുന്നത്. ശരിയാണ് ശ്രീജിത്ത്. റിപ്പബ്ലിക് TVയുടെ സർവേ ഫലത്തിൽ പോലും NDAക്ക് ആ തരത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ അവർ അവകാശപ്പെട്ട 400-ലേക്കൊന്നും സർവേ ഫലങ്ങൾ പോലും എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം തന്നെയാണോ ഈ തരത്തിൽ ഒരു പോളിംഗ് പ്രീ പോൾ സർവേ, എക്സിറ്റ് പോൾ സർവേയും ഈ വിധത്തിലേക്ക് ആകുന്നതിന് കാരണം എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കുറഞ്ഞ പോളിംഗ് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തേണ്ടത് അത് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ളൊരു മടി എന്ന രൂപത്തിലാണ്. കഴിഞ്ഞ തവണ വലിയ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്ന രൂപത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഇടിവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ആ ഇടിവ് വരുന്നത് എനിക്ക് തോന്നുന്നത് റിപ്പബ്ലിക് TVക്ക് പോലും പറയാൻ കഴിയുന്നില്ല. BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് ഒരു 320 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. 270-300 സീറ്റിനകത്ത് മാത്രമാണ് റിപ്പബ്ലിക് TVയും ടൈംസ് നൗവും ആക്സിസ് വോട്ടറും എല്ലാം പറയുന്നത്. NDTVയും ആ രൂപത്തിലാണ്. ഇപ്പോൾ ഈ വരുന്ന ആദ്യഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ മാത്രമാണ് BJPക്ക് NDAക്ക് കഴിയുക എന്നുള്ളതാണ്. ശ്രീജിത്ത്, എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും, അതും തൃശൂർ BJP എടുക്കും എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്, അല്ലേ? തീർച്ചയായും ടൈംസ് നൗ ആണ് ആദ്യം അത് പുറത്തു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ എക്സിറ്റ് പോളിലാണ് അത്തരം ഒരു ഫലസൂചന വരുന്നത്. തൃശ്ശൂർ BJP ജയിക്കും. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ABPയുടെ ഒരു സർവേ ഫലത്തിൽ അടക്കം LDFന് കേരളത്തിൽ ഒരു സീറ്റും ജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു എക്സിറ്റ് പോൾ ഫലം കൂടി വരികയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അത്തരം ഒരു എക്സിറ്റ് പോൾ പ്രവചനം കേരള രാഷ്ട്രീയത്തെ ആകെ എനിക്ക് തോന്നുന്നു ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്ന വലിയ വിഷയമാണ്. LDFന് അല്ലെങ്കിൽ CPMന് CPIക്ക് ഒരു സീറ്റും പോലും ഇല്ലാതെ പോകുന്നൊരു സാഹചര്യം വരാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ CPIക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. അതേ ഒരു സാഹചര്യം CPMനും കൂടി വരുന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്ന രൂപത്തിലാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വരുന്നത്. അതേസമയം ടൈംസ് നൗ ORG കേരളത്തിൽ BJPക്ക് 1, UDFന് 15, LDFന് 4 പ്രവചിക്കുന്നുണ്ട്. ഇവർ ഈ സീറ്റുകൾ മറ്റോ പറയുന്നുണ്ടോ? എന്താണ് നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫല സൂചനകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? ഈ സീറ്റുകൾ ഏതൊക്കെയെന്ന് വെവ്വേറെ പറഞ്ഞിട്ടുണ്ടോ അവർ?
ഇല്ലില്ല, സീറ്റുകൾ വിവരം പറഞ്ഞിട്ടില്ല. പക്ഷേ 4 സീറ്റുകൾ LDFന് കിട്ടുകയാണെങ്കിൽ നിലവിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം അത് വലിയ ആശ്വാസമായിരിക്കും LDFന് കിട്ടുക. കാരണം മറ്റ് സർവേ ഫലങ്ങളെല്ലാം 1-2 സീറ്റുകൾ മാത്രം, അല്ലെങ്കിൽ ഒരു സീറ്റും ലഭിക്കാത്ത സാഹചര്യം പോലും പറയുമ്പോൾ ഇത്തരം ഒരു സാഹചര്യം LDFന് വലിയ ആശ്വാസകരമായിരിക്കും. കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ഏതായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെ പ്രവചനങ്ങൾ വരും, ഏതൊക്കെ ഏജൻസികൾ, മാധ്യമങ്ങൾ, ഏജൻസികൾ നടത്തുന്ന എക്സിറ്റ് പോൾ സർവേ പ്രവചനങ്ങൾക്കായി രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.